നമ്മൾ ഒരു സിനിമ കാണുന്നു. ഒരു സിനിമ കാണുന്നത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ്. അതെ അല്ലേ? ഒരു 2-3 മണിക്കൂർ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻട്രസ്റ്റ് അവിടെ കുറയും. അല്ലെങ്കിൽ എന്ത് കാര്യത്തിലോട്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് കുറച്ചേരം കഴിയുമ്പോഴത്തേക്കും അവിടെ വീക്കാവും, താല്പര്യം കുറയും. എന്ത് കാര്യം ഇപ്പോൾ രുചിയുള്ളൊരു ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, കുറച്ചേരം കഴിയുമ്പോഴത്തേക്കും വീക്കാവും. എന്തുകൊണ്ടാ? പക്ഷേ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ താല്പര്യം ഒരിക്കലും കുറയത്തില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിച്ച് ആകാൻ തുടങ്ങും നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ. കാരണം ശ്രദ്ധിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം സജീവമായി നീങ്ങും. അപ്പം ഇന്ദ്രിയങ്ങൾ, അതിന് കാരണമായിട്ട് നിൽക്കുന്ന ഇന്ദ്രിയങ്ങൾ കൂടുതൽ ആക്റ്റീവാകും, അതും ആക്റ്റീവാകും. അപ്പം നമ്മുടെ ശ്രദ്ധ കുറച്ചും കൂടി മെച്ചപ്പെടും. എല്ലാം മെച്ചപ്പെടുകയാണ്. നമ്മളിലോട്ട് ശ്രദ്ധ വരുമ്പോൾ എല്ലാം മെച്ചപ്പെടുകയാണ്. ഒരു കാരണവശാലും ഒന്നും അധപ്പതിച്ച് പോകത്തില്ല. അധപ്പതിക്കുന്നൊരു ഭാഗം അവിടെ ഉണ്ടാകത്തേയില്ല. കൃത്യമായിട്ട് അത് പ്രവർത്തിക്കുകയും ആ പ്രവർത്തനം കൊണ്ട് തന്നെ, ആ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അത് കൂടുതൽ മെച്ചപ്പെടുന്നു. അല്ല മറ്റൊന്നും അവിടെ സംഭവിക്കുന്നതല്ല. അതായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരത്തിന് സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് അത് ഊഷ്മളമായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നു. അത് ആക്റ്റീവാകും. അപ്പോഴാണ് അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് അത് ആവഹിക്കാനുള്ള പവർ കൊടുക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് ക്ഷീണം. ആ ആക്ടിവിറ്റി പെർഫോമൻസിൻ്റെ ഭാഗത്തോട്ട് പോകുന്നില്ല. എന്നുവെച്ചാൽ ഞാനാണ് പെർഫോം ചെയ്യുന്നത്, അതിനാണ് ഈ ആക്ടിവിറ്റി. ഇത് ഞാൻ പെർഫോം ചെയ്തിട്ട് മറ്റെന്തോ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് നമ്മൾ ടയർഡാകുന്നത്. അങ്ങനെ ആക്ടിവിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതെ അതെ, ആക്ടിവിറ്റി തന്നെയാണ് പെർഫോമൻസ് തന്നെയാണ് ആക്ടിവിറ്റി. മനസ്സിലായോ? ഇതെന്തോ വേറൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരു ആക്ടിവിറ്റി ആയിട്ട് തോന്നും. അതെ, അത് കഴിഞ്ഞാൽ തീർന്നു. നമ്മൾ ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പരിസരത്ത് ചുറ്റുപാടും വലിയ മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങളെ കേന്ദ്രീകരിച്ചല്ല നമ്മുടെ ആക്ടിവിറ്റി പോകുന്നത്. നമ്മളിവിടെ ജീവിക്കുന്നത് കൊണ്ട് ചുറ്റുപാടും അതിനെ ആസ്പദമാക്കി കുറേ മാറ്റങ്ങളുണ്ടാവും. അപ്പം ഇവിടെ മാറ്റം വരുത്താൻ നോക്കുന്നതിനകത്തല്ല, മാറ്റം ഉണ്ടായിക്കോളും. മനസ്സിലായോ? ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റിപ്പറ്റി കുറേ മാറ്റങ്ങളുണ്ടാവും. അപ്പം നശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന മാറ്റം, അല്ലെ ജീവിക്കാനുള്ള മാറ്റം, അത് പെർഫെക്റ്റാണ്. അത് ഒരു കാരണവശാലും ആ ജീവിക്കാനുള്ള മാറ്റത്തിന് ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. അതിനൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരിക്കലുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ഇത് നിലനിൽക്കത്തില്ല, ഉണ്ടാകത്തില്ല. മനസ്സിലായോ? എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട്, ഇപ്പോൾ വർഷങ്ങളുടെ കണക്കൊന്നും എടുക്കണ്ട, നമ്മൾ കാണുമ്പോൾ തൊട്ട് ഈ സാധനം ഇങ്ങനെ ലൈഫ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്നാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നതാണ്. ഇത് ഫങ്ഷൻ ചെയ്യുന്ന അവസ്ഥ അറിഞ്ഞില്ലേ പിന്നെ വേറെ എന്തറിയാനും? ഇത് ആണ് നമ്മുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ്. അവനവൻ തന്നെയാണ് അവനവൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ്. അവനവനാണ് അവനവൻ്റെ വിവേകവും, അവനവനാണ് അവൻ്റെ സമ്പത്തും സർവ്വതും. അപ്പോൾ അത് സമ്പത്താകുന്നില്ല, അവനവൻ സമ്പന്നനാകുന്നില്ല. എന്നുവെച്ചാൽ അവനവനെ അവൻ തള്ളിക്കളഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങൾ നേടാൻ നോക്കുന്നു. നേടിയവരാരും ഇവിടെ ഇല്ല. മനസ്സിലായി? നേടിയ ഒരു മനുഷ്യനിവിടെ ഇല്ല. നേട്ടങ്ങൾ കൊണ്ട് കോട്ടങ്ങളേ ഉള്ളൂ. നോട്ടം കൊണ്ട് നോക്കുമ്പോൾ ഒക്കെ നോക്കുന്നത് ആരാണ്? നോക്കുമ്പോൾ കാണുന്ന കാഴ്ചക്കല്ല നോക്കുന്നത് ആരാണ്? ഞാനാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് നോക്കി കാണാൻ സാധിക്കുന്നു. ആ കഴിവാണ് നമ്മളുടെ ശ്രദ്ധയിലുള്ളത്. എനിക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. നോക്കിയിട്ട് കണ്ടതെന്താണ്? അതല്ല. മനസ്സിലായി? അതൊരു വിഷയമല്ല. നോക്കിയപ്പോൾ കണ്ടത് എനിക്ക് തോന്നി അതാണ് ഇതാണെന്നൊക്കെ തോന്നി. അതൊക്കെ ആ അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം മാറും. പക്ഷെ നോക്കിയതാരാണ്? അത് ഞാൻ തന്നെയാണ്. അതിന് മാറ്റം വരാൻ പോകുന്നില്ല. മനസ്സിലായി? നോക്കിയത് ഞാൻ നോക്കുന്നു. അപ്പം നോക്കാനുള്ള എൻ്റെ കഴിവാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. നോക്കാനുള്ള കഴിവ് അതവിടെ ഉണ്ട്. നോക്കി കണ്ടത് എന്താണ് അതിനെ വിശകലനം ചെയ്യുന്ന കാര്യത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ആ നോക്കാനുള്ള കഴിവിൽ അതുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് തനിയെ തുറന്നു വന്നുള്ളൂ. അതിന് സ്ഥാനം കൊടുക്കാതെ അപ്പം നോക്കിയത് എന്താണോ അത് ഇന്ന മഞ്ഞപ്പൂവാണ്, അടുത്ത ആൾ വെച്ചാൽ അത് മഞ്ഞല്ല, അത് പിങ്കാണ്, അല്ലെങ്കിൽ അത് ഓറഞ്ചാണ്,
അത് റെഡാണ്. ഇതിനകത്ത് ആ തർക്കവും അടിയും വഴക്കും. ഇതിനകത്ത് മാത്രമേ തർക്കവും അടിയും വഴക്കും ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു തർക്കവും ഇല്ല, അടിയില്ല, വഴക്കുമില്ല. ഉണ്ടാകത്തില്ല. കാരണം അവനവനെ ഓക്കെ ഞാനാണിത് നോക്കിക്കാണുന്നത്, ഞാൻ എങ്ങനെ അനുഭവത്തിലിരിക്കുന്നു. അങ്ങനെയാണ് തുടരുന്നതെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അനാവശ്യമായിട്ടുള്ള ഒരു ബന്ധത്തിലും പോയി വീഴത്തില്ല. ഇത് അനാവശ്യമായിട്ടുള്ള ചതി വഞ്ചന ഇതിൽ പോയി വീഴാൻ കാരണം എന്താ? ഞാനിവിടെ ഉണ്ടെന്നുള്ള ഭാഗം അറിയുന്നില്ല. ഞാനെടുത്ത തീരുമാനമാണ് അത് അവിടെ ഇരിക്കേണ്ടത്. അത് സ്ക്വയർ ആയിരിക്കണം. അടുത്ത ആൾ വന്ന് വെച്ചു അത് റൗണ്ടാക്കി. അപ്പോൾ നമുക്ക് അസ്വസ്ഥതയും. അത് സ്ക്വയറായിട്ടിരിക്കുക, റൗണ്ടായിട്ടിരിക്കുക, അതവിടെ ഉണ്ടാകാതിരിക്കുക, എന്തും ചെയ്യട്ടെ. പക്ഷെ ഞാനുണ്ടെന്നുള്ള ഭാഗം അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്, ഏറ്റവും പവർഫുള്ളുമാണ്. മനസ്സിലായി? അതിനേക്കാൾ മെച്ചപ്പെട്ട വേറെ ഒന്നുമില്ല. സിമ്പിളായിട്ടുള്ളത് ഏറ്റവും പവർഫുള്ളാണ്. കാരണം അങ്ങനെയാണ് ക്രിയേഷൻ നടക്കുന്നത്. ഇതിനകത്ത് അസ്വസ്ഥതയ്ക്ക് യാതൊരു കാര്യമില്ല. മനസ്സിലായി? ഫുൾ ടൈം വർക്ക് ചെയ്യല്ല, ഫുൾ ടൈം വർക്ക് ചെയ്യും. ആ ഫുൾ ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്നത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഈ ഫുൾ ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്താണ്? അത് കാണാൻ പറ്റും. നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തല്ലേ നിർത്തേണ്ട കാര്യമുള്ളൂ. നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നമ്മളിതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ബോധത്തിലിരിക്കുന്നതും ഇരിക്കാതിരിക്കുന്നതും അവിടെ ഒരു സ്റ്റാർട്ടിങ് വേണ്ടിയില്ലേ? ബോധം നഷ്ടപ്പെടുന്ന എപ്പോഴാണ്? വേറെ പുറത്തുള്ള കാര്യങ്ങൾ, അതായത് അതിന് സ്ഥാനം കൊടുക്കുമ്പോൾ ബോധം നഷ്ടപ്പെടും. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ. അത് അങ്ങനെയല്ല ഇരിക്കേണ്ടത് തീരുമാനിക്കുമ്പോൾ അപ്പം തൊട്ട് സഫറിങ് തുടങ്ങും. അത് ഇരുത്താൻ പാടുവിടുമ്പോൾ സഫറിങ് വരും. അതങ്ങനെയല്ല, ഇങ്ങനെയല്ല, എങ്ങനെയാണെങ്കിലും നമുക്ക് വെക്കാം. ബോധത്തിലുള്ളതിന് അത് വെക്കാനുള്ള കാരണത്തെ കൃത്യമായിട്ട് കാണും. അങ്ങനെ വെക്കും, അങ്ങനെ ചെയ്യും, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് പകരം അതങ്ങനെയല്ല ഇരിക്കേണ്ടത്, ഞാൻ തീരുമാനിച്ചതാണ് ഏറ്റവും നല്ല തീരുമാനമെന്ന് ബലം പിടിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോഴാണ് അറ്റാച്ച്മെൻറ്റ്, മനസ്സിലായി, സഫറിങ് ആയിട്ട് മാറുന്നത്. നമ്മൾ അസോസിയേഷനാണ്. ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ ഏറ്റവും വൃത്തികെട്ട ഒരു സമ്പ്രദായമാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കെയർ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഞാനാണ് എൻ്റെ ഭാര്യനെ നോക്കുന്നത്, എൻ്റെ ഭാര്യ എൻ്റെ കൺട്രോളിൽ. ഏറ്റവും വൃത്തികെട്ടൊരു ഏർപ്പാടാണ് അത്. ഒരു വ്യക്തിയാണ് അതിനെ ഭാര്യയാക്കി, അത് തന്നെ ഒരു നമ്പർ 1 വൃത്തികേടാണ്. ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ. ആ ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ജീവൻ്റെ അവസ്ഥ അറിയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ വ്യക്തി ഇൻഡിപെൻഡൻ്റായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുള്ളതാണ് ആവശ്യം. ആ വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റി കൃത്യമായിട്ട് അറിഞ്ഞു പോകുക എന്നുള്ള ഏതൊരു വ്യക്തിയിലേയും. പക്ഷേ ഇതൊരു ബലം പിടുത്തത്തിൽ എൻ്റെ ഭാര്യ ഞാൻ പറയുന്നത് പോലെ നിൽക്കണം. അങ്ങനെ നിർത്തിയപ്പോൾ ആ നിർത്തിയതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അവരിൽ ഇതിൻ്റെ ദോഷം വശങ്ങളുണ്ട്. അങ്ങനെ തലമുറ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്ന സ്ത്രീകളിലുണ്ടാകുന്ന കുട്ടികൾ, അവരിലെല്ലാവരിലും ജന്മനാ ബലം പിടുത്തമുണ്ടാകും. കാരണം തലമുറകളായിട്ട് എല്ലാം വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാർ അതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? ബലം പിടുത്തം കാരണം കഷ്ടപ്പെടുന്നു. എന്നാൽ ഇതൊന്ന് വിട്ടുകൊടുക്കും, അതൊട്ട് ചെയ്യത്തില്ല, മറക്കുന്നില്ല. മർക്കട മുഷ്ടി. മനസ്സിലായോ? ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, പിടിവിടത്തില്ല. അങ്ങനെ പിടിച്ച് ശ്വാസം വിട്ടി ചത്തുകൂല. തന്നെത്താൻ ബലം പിടിച്ചിരുന്ന് ശ്വാസം വിട്ടി ചത്തുകൂല. വിട്ടുകൊടുത്താൽ വിട്ടുകൊടുക്കുക എന്നൊരൊറ്റ ഭാഗം മാത്രം മതി. ഭാര്യ ഭർത്താവിനെ കൺട്രോൾ ചെയ്യുന്നു, ഭർത്താവ് ഭാര്യയെ കൺട്രോൾ ചെയ്യുന്നു, മക്കളെ കൺട്രോൾ ചെയ്യുന്നു, മക്കള് മാതാപിതാക്കളെ കൺട്രോൾ ചെയ്യുന്നു. ആദ്യം മക്കളെ കൺട്രോൾ ചെയ്യും. കുറച്ച് മക്കൾ വലുതായി കഴിയുമ്പോൾ മക്കൾ പറയും, അയ്യോ ഞാൻ പറയേണ്ടത് തിരിഞ്ഞാൽ മതി, ഞാൻ പറയേണ്ടത് തിരിഞ്ഞാൽ മതി. മനസ്സിലായി? കേൾക്കുന്നില്ലേ? കുറച്ചും കൂടി വഷളായ കൊണ്ട് കുറെ മക്കൾ വാശുകാരായില്ല. മനസ്സിലായി? ഇവര് തന്നെയാണ് പഠിപ്പിച്ച് വലുതാക്കിയത്. ഈ മക്കളെ കൺട്രോൾ ചെയ്യുള്ളൂ. അവരുടെ ഒരു പ്രായം വരെയാണല്ലോ പാരന്റ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ആ പ്രായത്തിൽ ഇവര് കൂടുതൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് എന്താ പറയാ, എത്രയും പെട്ടെന്ന് മുതിർന്ന ആളാവണം, എന്നിട്ട് അത്രയും ഫ്രീഡം വേണം എന്നുള്ള ഒരു ഭാഗത്ത് അവര് ഫ്യൂച്ചറിലേക്ക് അവർ പോകുന്നത്. ഈ ഫ്രീഡം എന്താണ് ഇവരെ കൺട്രോൾ ചെയ്യും.
ഈ ഫ്രീഡം ഇവരെ കൺട്രോൾ ചെയ്യുന്നതാണ് ഫ്രീഡം, മനസ്സിലായോ? ആ കുട്ടികൾ അവിടെ അവരെ പ്രസന്റ് ഭാഗം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്കുക ചെയ്യുന്നത്. അവർക്ക് ഫ്യൂച്ചറിലേക്ക് എത്രയും പെട്ടെന്ന് വലുതാവണമെന്നുള്ള ഒരു ഭാഗത്തേക്ക് അവരുടെ ചിന്ത പോകുന്നു. ഫ്രീഡം എന്ന് പറയുന്ന മിക്കവരും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും, എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും, അതാണ് ഫ്രീഡം എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. അതല്ല ഫ്രീഡം എന്ന് പറയുന്നത്. ഒരു വ്യക്തി വ്യക്തിയായിരിക്കുന്ന അവസ്ഥ എന്താണ്, ഇതിന് എന്തെല്ലാമാണ് ഇതാകാനുള്ള കാരണമെന്ന് മനസ്സിലാക്കുന്നതാണ് ഫ്രീഡം. മനസ്സിലായി? അത്രയേ ഉള്ളൂ ഫ്രീഡം. ഇപ്പൊ വെള്ളത്തിന്റെ സ്വഭാവം, വെള്ളത്തിന്റെ ചാക്രിക സ്വഭാവം, വെള്ളം തണുത്താൽ ഐസാവും, ചൂടായാൽ ആവിയാവും, അതാണ് അതിന്റെ സ്വഭാവം, അതാണ് അതിന്റെ ഫ്രീഡം. മനസ്സിലായി? അതാണ് അതിന്റെ ഫ്രീഡം. അതുപോലെ മനുഷ്യൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അതിന്റെ തോന്നിയാസം കള്ളും കഞ്ചാവും അടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്ന അല്ല ഫ്രീഡം. മനസ്സിലായോ? കുറേ പെണ്ണുങ്ങളെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടാൽ ഏറ്റവും ഭയങ്കര വലിയ ആളായി, അങ്ങനെയൊന്നും ഇല്ല. മനസ്സിലായി? അത് ഏറ്റവും പൊട്ടത്തരമാണ്. മനസ്സിലായില്ലേ? ഒരു പെണ്ണിനെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന സുഖമെന്ന് പറയുന്നത് ആ വ്യക്തിയായിട്ടിരിക്കുന്നതിൽ സുഖമില്ലാത്തത് കൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് ആസക്തിയും ആക്രാന്തവും കാണിക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധം ഒരിക്കലും ലൈംഗികതയെ കേന്ദ്രീകരിച്ചല്ല. മനസ്സിലായി? ഒരിക്കലും ലൈംഗികതയെ കേന്ദ്രീകരിച്ചല്ല. ആ ബന്ധം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സ്ത്രീ ഇരിക്കുന്നു, ആ സാന്നിധ്യമാണ് എന്നിൽ ഉണരുന്നത്. അത് ഏറ്റവും ഡിവൈനാണ്. അത് ഏറ്റവും ഡിവൈനാണ്. ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇപ്പം ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കിട്ടുന്ന സെക്ഷൽ റോസൽ എന്ന് പറയുന്നത് അത് ഉണരുകയും ചെയ്യും, കുറച്ച് നേരം കഴിയുമ്പോൾ അണഞ്ഞു പോവുകയും ചെയ്യും. പക്ഷേ ഈ സാന്നിധ്യം ഏറ്റവും പരിശുദ്ധമാണ്. അപ്പം നമ്മുടെ ശ്രദ്ധ ആ സാന്നിധ്യം നിലനിർത്തി കൊണ്ടുപോകുമ്പോൾ നമ്മളിലെ ശ്രദ്ധ ഏറ്റവും റിച്ചായിട്ടുള്ള സംഭവങ്ങൾക്ക് കേന്ദ്രീകരിച്ചായിരിക്കും. ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. അതാണ് ബന്ധം. മനസ്സിലായി? അമ്മയുമായിട്ടുള്ള ബന്ധം അത് ഏറ്റവും പ്യുവറാണ്. മനസ്സിലായി? അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് വരാനുള്ള യാതൊരു കാര്യങ്ങളും പ്രൊട്ടക്റ്റഡ് ആണ്. അതാണ് പ്രൊട്ടക്ഷൻ. അപ്പം അങ്ങനെയുള്ളൊരു ഭാഗമില്ലാതെ തോന്നിവാസം നടക്കുന്നു. എന്നുവെച്ചാൽ വെറും ശവമാണ് നടക്കുന്നത്. മനസ്സിലായി? പ്രേതങ്ങളാണ് നടക്കുന്നത്. മനസ്സിലായി? അതും തോന്നിവാസം കാണിക്കുന്നു, കള്ളു കുടിക്കുന്നു, കഞ്ചാവ് കുടിക്കുന്നു, നുണ പറയുന്നു, കള്ളത്തരം കാണിക്കുന്നു. മനസ്സിലായി? എൻ്റെ തന്നെ കുറേ താല്പര്യങ്ങൾ നിലനിർത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ അടിയും വഴക്കും ബഹളവും ഉണ്ടാക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ എവിടെയും കാണുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികളായിട്ട് മാറുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന യാഥാർത്ഥ്യ ബോധത്തെ അനുഭവിക്കാൻ പറ്റാത്തവർ പൂർവികർ ചെയ്തു വെച്ചിട്ടുള്ള ചില തീരുമാനങ്ങളെ ഫോളോ ചെയ്യുന്നു. നമ്മുടെ പൂർവികർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോയ ഭാഗത്ത് അവരിലുണ്ടായിട്ടുള്ള ചില അബദ്ധങ്ങളെ കേന്ദ്രീകരിച്ചാണ് ചില വിശ്വാസ പ്രമാണങ്ങൾ എഴുതി ഇങ്ങോട്ട് തരുന്നത്. ഒരു സംശയമില്ല തരില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ അവർക്ക് വ്യക്തതയില്ലാത്ത ഭാഗത്ത് കൊണ്ടുവന്നിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളാണ് സർവവിശ്വാസത്തിൻ്റെ കേന്ദ്രവും. കാരണം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്, ജീവനുണ്ടെന്ന് പറയുന്നൊരു വിശ്വാസമാണ്. ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എപ്രകാരമാണെന്നുള്ളത് ഇപ്പോഴല്ലേ അറിയുന്നത്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചത്തതിന് ശേഷം എന്ത് കിട്ടാനാണ്? ചത്തത് തന്നെ. മനസ്സിലായി? അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഭാഗത്തിരിക്കുന്നവർ നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. ഇവിടെ ഉള്ളത് എന്താണ്? ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഭാഗം. അവിടെ അതിൻ്റെ തുടർച്ചയുണ്ടെങ്കിൽ സ്വർഗം വരട്ടുന്നേ, സ്വർഗം വരട്ടെ. സ്വർഗത്തിലുള്ള വഴി എന്താണ്? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുഭവിക്കുന്നവൻ, അത് വ്യക്തമായിട്ട് അനുഭവിക്കുന്നവന് സ്വർഗമുണ്ടെങ്കിൽ കാണാം, ഒരു സംശയം വേണ്ട. നരകം ഉണ്ടെങ്കിൽ അതും കാണാം. മനസ്സിലായി? എന്താണ് നരകം? ഈ അവസ്ഥ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാത്തതാണ് നരകം. മനസ്സിലായി? സ്വർഗം ഇത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ, വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതാണ് സ്വർഗം. കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ നരകം. കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ നരകം. മനസ്സിലായി? അത് ശാപം. മറ്റേത് മോക്ഷം. മനസ്സിലായി? സ്വർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം. എന്നുവെച്ചാൽ ആഹാ ഇങ്ങനെയേ സംഭവിക്കത്തുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്താ സംശയിക്കാൻ? എന്താ പറയുക? കുട്ടികളുടെ സംശയമില്ല. സംശയം. പക്ഷെ പണിയെടുക്കണം. പണിയെടുക്കുക, അതുകൊണ്ട് രക്ഷയില്ല. 24 മണിക്കൂർ എത്രത്തോളം ആക്റ്റീവ് ആകാൻ സാധിക്കുന്നു നമ്മൾ ശ്രദ്ധിച്ച് പോകുമ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും മെച്ചപ്പെടുന്ന അല്ലാതെ
കോട്ടം വരികയില്ല. ക്ഷീണം എന്ന് പറഞ്ഞൊരു സാധനം സാവകാശം കുറഞ്ഞു വരും. ഉന്മേഷം കൂടിക്കൂടി വരും. മനസ്സിലായ? സംതൃപ്തി, ആഹാ, ആനന്ദം, ആശ്വാസം, സമൃദ്ധി, സമ്പത്ത് എല്ലാം അടിച്ച് പൊളിച്ച് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ലൈഫ്. സ്വർഗം നമുക്ക് ഇവിടെ തന്നെ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നു, ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കുന്നു, അതാണ് സ്വർഗം. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? എനിക്കിതൊക്കെ സാധിക്കത്തുള്ളൂ. എനിക്ക് സാധിക്കാത്ത കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നരകമില്ലേ? അപ്പൊ നമ്മൾ തന്നെയാണ് നരകവും സ്വർഗവും ഉണ്ടാക്കുന്നത്. തിരിച്ചറിവ് അപ്ലൈ ചെയ്യുന്നിടത്താണ് സ്വർഗവും നരകം. അത്രേ ഉള്ളൂ. കുറെ രോഗം വന്നു, കിഡ്നിക്ക് കംപ്ലൈന്റ്, കണ്ണിന് കംപ്ലൈന്റ്, കാലിന് കംപ്ലൈന്റ്, കാല് വേദനിക്കുന്നു. എന്താ കാലുവേദന? കാലുവേദന എന്ന് പറയുമ്പോൾ ആ വ്യക്തി നശിക്കാൻ തുടങ്ങി. അതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയുണ്ട്. കാരണം കാൽപാദത്തില് രക്തോട്ടം ശരിയല്ലെങ്കിൽ പിന്നെ മേലോട്ടുള്ള കാര്യത്തില് തുടക്കത്തിൽ താഴത്ത് നിൽക്കുന്ന താഴത്ത് തന്നെ കാൽപാദത്തിൽ തന്നെ കാല് കിഴക്കണം. ഒരു പ്രായമായാലും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അത് പ്രായമായതിൻ്റെ അതേ പ്രായമായതിൻ്റെ തന്നെയാണ്. മനസ്സിലായി? ജീവിക്കാത്തൊരു പ്രായമാകും. ജീവിക്കുന്നവൻ പ്രായമാകുകയല്ല. മനസ്സിലായി? അവൻ ജീവിക്കണിന്ന്. അവൻ അവിടെ ഏറ്റവും അഡ്വാൻസ് ലെവലിൽ ഇരിക്കുകയാണ്. പ്രായമാകാതിരിക്കുകയാണ് അവൻ ചെയ്യുന്നത്. മനസ്സിലായി? പ്രായം ആകാതെ ഇരിക്കുന്നു എന്നുവെച്ചാൽ ആക്റ്റീവ്, സജീവമായിട്ടിരിക്കുമ്പോൾ ചുറ്റും കാലത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന അവസ്ഥയുടെ സ്വാധീനത്തിൽ പെട്ടുപോകാതിരിക്കുന്നവനാണ് ശരിക്കുമുള്ള ജീവിതം അനുഭവിക്കുന്നത്. പ്രായമാകുക എന്ന് പറയുന്നത് ഇവനിൽ നടക്കുന്ന അനുഭവത്തെ അവന് അനുഭവിക്കാനോ കാണാനോ പറ്റുന്നില്ല. അപ്പൊ കാല് കഴപ്പുണ്ടാകും. അതിന് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ചെയ്താൽ ടെമ്പററി ആയിട്ടൊരു സുഖം കിട്ടും, പിന്നെ അത് തന്നെ. അപ്പൊ നല്ല ഉന്മേഷത്തോടുകൂടി സത്യസന്ധമായിട്ട് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഭാഗത്തേക്ക് എത്തിയാൽ രക്തോട്ടം ശരീരത്തിൽ മെച്ചപ്പെടും. കാലുകഴപ്പ് മാറും. മനസ്സിലായോ? എല്ലാ കഴപ്പും മനസ്സിലായി? കാലുകഴപ്പ് മാറും, ഡയബറ്റിക് മാറും, പ്രഷർ മാറും, കൊളസ്ട്രോൾ മാറും. എന്തൊക്കെ രോഗമുണ്ടോ ഇത് എല്ലാം മാറിയേ പറ്റത്തുള്ളൂ. നമ്മൾ ഉണർന്ന് ഉഷിരോടുകൂടി വരുമ്പോൾ. എന്നിട്ടും ഇതെല്ലാം ചെയ്തിട്ടും വരണുണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാവുന്നേ എന്തുകൊണ്ട് വന്നെന്ന്. ഇപ്പം അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഇല്ലേ? നമുക്കിവിടെ ആശുപത്രികളുണ്ട്, ഗവേഷണം നടത്തുന്നവരുണ്ട്, ചെല്ലാവുന്നേ നമുക്കപ്പം. നമ്മൾ പരിശോധിക്കാവുന്ന എല്ലാം പരിശോധിച്ച് എന്നിട്ടും ഒരു രക്ഷയില്ല, ആശുപത്രിയിൽ പോകണം. അതെന്താ സംശയം? എന്നിട്ട് നമുക്ക് പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ചോദിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് അവരെന്ത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വിദഗ്ധരായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മനസ്സിലായി? അപ്പോഴാണ് നമ്മൾ വിദഗ്ധൻ്റെ അടുത്ത് ചെല്ലേണ്ടത്. അപ്പോഴാണ് അവൻ്റെ ശരിക്കുള്ള കഴിവ് എന്താണെന്ന് നമ്മൾ അറിയുന്നത്. നമ്മുടെ കഴിവിൽ ചെയ്യാവുന്നത് മാക്സിമം ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് പ്രതിസന്ധികളുണ്ടെങ്കിൽ അപ്പം ചോദിക്കണം, അപ്പോഴന്വേഷിക്കണം, അപ്പോഴന്വേഷിച്ചാൽ മതി. പക്ഷെ ഒന്നും ചെയ്യല, ഞാൻ മടിയനായിട്ട് വീട്ടിൽ കുത്തിയിരുന്നിച്ച് ലോകത്തെ മുഴുവൻ ശാസിക്കാനും ലോകം ശരിയല്ല, അവൻ എന്ത് പൊട്ടത്തരമാണ് പറഞ്ഞത്, ഇവനെന്ത് പൊട്ടത്തരമാണ് പറഞ്ഞത്, മനസ്സിലായ എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഓൾറെഡി കുഴപ്പത്തിലാണ്. ഇനി എന്ത് കുഴപ്പമുണ്ടാകാനാണ്? മനസ്സിലായ? ഈ വേറെ കുഴപ്പമൊന്നും വരാനില്ല. അതിനൊക്കെ കൂടുതൽ വലിയ കുഴപ്പമൊന്നും വരാനില്ല. യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്കൊന്നും പറയാൻ തോന്നുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും. മനസ്സിലായി? അല്ലാണ്ട് കുട്ടി സംസാരിക്കും, അങ്ങനെ ഒരു ഭാഗമില്ല. മനസ്സിലായി? അങ്ങനെ ഒരു ഭാഗത്തിന്റെ ആവശ്യമേ ഇല്ല. എനിക്ക് സംസാരിക്കാൻ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. കൂടെ വന്നിരിക്കുന്നു. മനസ്സിലായി? അത്രയേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ല നടത്താൻ വേണ്ടിയിട്ട് ആരും പാടുപെടുന്നില്ല. മനസ്സിലായി? ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണുള്ളത്. മനസ്സിലായി? ആ നടക്കുന്നതിന് കാരണമായിട്ടുള്ളത് അതിൽ തന്നെയുണ്ട്. മനസ്സിലായി? ഇപ്പം എന്താ നടക്കുന്നത്? ഇപ്പം ഞങ്ങൾ നടക്കുന്നു. ഞങ്ങൾ എപ്പോഴാണ് നടക്കുന്നത്? എല്ലായ്പ്പോഴും നടക്കുന്നു. മനസ്സിലായോ? ഒരു ക്യാമറ എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? എന്നിട്ട് ഞങ്ങൾ യൂട്യൂബിൽ, കാരണം ഇത് മൈൻഡിൻ്റെ റിക്വയർമെൻറ്റാണ്. മനസ്സിലായി? മൈൻഡ് എപ്പോഴും സോഷ്യലി കൺട്രോൾഡ്. അപ്പോൾ മൈൻഡിൻ്റെ ഭാഗത്ത് സൊസൈറ്റിയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഭാഗമാണിത്.
അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ മോണിറ്റൈസേഷൻ യൂട്യൂബിൽ നിന്ന് കുറെ കാശും കിട്ടുവേ. അതെ. പിന്നെ ഇവിടെ ആ റീൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തും റീൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ, കാശ് ഇങ്ങോട്ട് വന്നിട്ടേ കാശ് നമ്മളൊന്നും ഇട്ട് നോക്കില്ല, നമ്മള് കിട്ടുന്നതിൽ അപ്പൊ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒന്ന് സ്റ്റോർ ചെയ്തു ബാക്കിയുള്ളതാ അതും കൂടി ചെലവാക്കി മറന്നുപോയതാ ചിലവൊക്കെ. നമ്മളെ കത്തിച്ച് കളയണിയുന്നു, കത്തിക്കുകയാണ് മനസ്സിലായപ്പോഴും. അപ്പോൾ ആ ലൈറ്റ് കിട്ടുന്നു, പ്രകാശം കിട്ടുന്നു. നമ്മളിലായി കത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രകാശമില്ല. മറ്റൊരു വിളക്കിൻ്റെ പ്രകാശം കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ വിളക്കിൽ ചെന്ന് പ്രാണികൾ വീട് ചത്തുപോകണവർ ചത്തുപോകും. മനസ്സിലായി? അതിനൊക്കെ യാതൊരു സംശയമില്ല. ഓക്കെ ബൈ. അവിടെ ഈ മാസം അവസാനം 31/1/2 ആ കോണ്ടാക്ട് വരിക. കോണ്ടാക്ട് ചെയ്യണമെന്ന്, കോണ്ടാക്ട് ചെയ്യാൻ വരണമെന്ന് തോന്നുന്നു. വരാം. 31-ാം തീയതി വരിക. 1, 2, 3 4-ാം തീയതി രാവിലെ നിങ്ങൾ പോവാം, അല്ലെങ്കിൽ 1-2 3-ാം തീയതി രാവിലെ നിങ്ങൾക്ക് പോണേ പോകാം, അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് വരിക. ഞങ്ങളിവിടെ ഉണ്ടാവും. ഓക്കെ. പക്ഷെ ഈ സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു റേറ്റ് വെച്ചിരിക്കുന്നത്. എല്ലായ്പ്പോഴും ഞങ്ങൾ റേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് 1000 രൂപയാണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് മന്ത്ലി കോഴ്സ് നടത്തുമ്പോഴത്തേക്ക് 5000-ഉം 10,000 രൂപ ഞങ്ങൾ ചാർജ് ചെയ്യും. അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർ. ആ സമയത്ത് 10,000 രൂപ കൊടുത്ത് വരണമെന്ന് നിർബന്ധമുള്ളവർ 10,000 രൂപ കൊടുത്ത് വരാം. 1000 രൂപ തന്ന് വരണമെന്ന് തോന്നുന്നവർക്ക് 1000 വരാം. പക്ഷെ കിട്ടുന്നത് എല്ലാവർക്കും ഒന്ന് തന്നെ, ഒരു വ്യത്യാസമില്ല. കിട്ടുന്നത് എല്ലാവർക്കും 10,000 തന്നവനും 1000 രൂപ തന്നവന് കിട്ടുന്നത് ഒന്നാണ്. അല്ലാണ്ട് 10,000 രൂപ തന്നവന് കൂടുതലൊന്നും കിട്ടത്തില്ല, ഒരു സംശയം വേണ്ട. കാരണം എല്ലാവരുടെ ഉള്ളിലുള്ളത് ഒന്നാണ്. Okay guys. Bye bye.